നമസ്കാരം. നസ്രിയ സുൽത്താനെ അറിയാത്ത റീൽസ് പ്രേമികൾ കുറവായിരിക്കും. 515K ഫോളോവേഴ്സ് ഇൻസ്റ്റയിൽ മാത്രമുള്ള നസ്രിയ യൂട്യൂബർ കൂടിയാണ്. താരത്തിന് റീൽസ് വീഡിയോസിനെല്ലാം വമ്പൻ റീച്ചാണ് കിട്ടിയതും നിലവിൽ കിട്ടുന്നതും. എന്നാൽ ദിവസങ്ങളേറെയായി നസ്രിയ സൈബർ അറ്റാക്കിന്റെ ഇരയാണ്. കടുത്ത രീതിയിലുള്ള അറ്റാക്കാണ് നസ്രിയ നേരിടുന്നത്. ഇതുവരെ സ്നേഹിച്ചു കമന്റുകൾ പങ്കിട്ടവർ പോലും നസ്രിയക്കെതിരെ വളരെ മോശമായ രീതിയിൽ കമന്റുകൾ എത്തിയതോടെ വലിയ തകർച്ചയാണ് താരത്തിന് നേരിടുന്നത്. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നസ്രിയ വീണ്ടും വിവാഹം കഴിച്ചിരുന്നു. അത് മന്യമസ്തനെയാണ് കഴിച്ചത്. എന്നാൽ വിവാഹശേഷം പഴയതിനേക്കാൾ കൂടുതൽ സജീവമായി നസ്രിയ സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ്. വിവാഹം കഴിച്ചത് മാത്രമല്ല, അത് ഇന്റർ റിലീജിയൻ വിവാഹം കൂടിയായി എന്നുള്ളതാണ് ചില ആളുകളെ ചൊടിപ്പിച്ചത്. അതോടെ നസ്രിയക്കെതിരെ തിരയുകയായിരുന്നു മിക്കവരും. നസ്രിയ മകരെ ഉപേക്ഷിച്ചു, അന്യമതസ്ഥന്റെ ഒപ്പം ഒളിച്ചോടിപ്പോയി, കുഞ്ഞിനെ യത്തീം വാഹനയിൽ ഏൽപ്പിച്ചു എന്നിങ്ങനെ 1000 കമന്റുകൾ നിറയുന്നുണ്ടായിരുന്നു. വിവിധ ഫോട്ടോഷൂട്ടുകൾ കൊണ്ടും പ്രൊമോഷൻ കൊണ്ടും പഴയതുപോലെയുള്ള രസകരമായ റീൽസ് കൊണ്ടും എത്തിയിരിക്കുകയാണ് നസ്രിയ. കഴിഞ്ഞ ദിവസം നസ്രിയ കുമ്പിടിയായി എത്തിയിരുന്നു. നന്ദനം സിനിമയിൽ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാർ ചെയ്ത കുമ്പിടിയുടെ വേഷമാണ് നസ്രിയ അതിഗംഭീരമായി അവതരിപ്പിച്ചത്. അത്രയും മനോഹരമായി നസ്രിയ ജഗതിയെ സ്ക്രീനിൽ അവതരിപ്പിച്ചു. അതോടെയാണ് മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങൾ നസ്രിയയ്ക്ക് പിന്തുണ നൽകി രംഗത്ത് വന്നത്. മഞ്ജു വാര്യരുടെ ഈ നടപടിയിൽ കൈയടിക്കുകയാണ് ആരാധകർ. തിരക്കുകൾക്കിടയിലും താരം ഇത്തരം സംഭവങ്ങൾക്കെല്ലാം സമയം കണ്ടെത്തുന്നതും താരത്തിന്റെ ചിന്താഗതിയും ലാളിത്യത്തെയും പുകഴ്ത്തുകയാണ് മലയാളികൾ. മാത്രമല്ല, മഞ്ജു വാര്യർ നസ്രിയയുടെ ഈ വീഡിയോയ്ക്ക് കൈയടിച്ചതോടെ നസ്രിയയുടെ തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ആരാധകരും ഒപ്പം കൂടി. ഇക്കഴിഞ്ഞിടയ്ക്കാണ് നസ്രിയ സുൽത്താൻ പുനർവിവാഹിതയായത്. അതോടെയാണ് അന്യമതസ്ഥനെ വിവാഹം ചെയ്തെന്ന പേരിൽ നസ്രിയ കടുത്ത സൈബർ അറ്റാക്ക് നേരിട്ടത്. നസ്രിയ മകരെ ഉപേക്ഷിച്ചു, അന്യമതസ്ഥന്റെ ഒപ്പം ഒളിച്ചോടിപ്പോയി, കുഞ്ഞിന്റെ യത്തീംഖാനയിൽ ഏൽപ്പിച്ചു എന്നിങ്ങനെ 1000 ആരോപണങ്ങളായിരുന്നു നസ്രിയ നേരിട്ടത്. നസ്രിയയുടെ ഉമ്മച്ചിയും മകൾക്കെതിരെ രംഗത്ത് വന്നു. അതോടെയാണ് മതം മാറിപ്പോയി നസ്രിയ വിവാഹം കഴിച്ചതിനെ ചൊല്ലിയുള്ള പല ചർച്ചകളും നടന്നത്. എന്നാൽ താൻ സ്വന്തം ഇഷ്ടത്തോടെയാണ് വിവാഹം ചെയ്തത്. കുഞ്ഞിനെ താൻ എവിടെയും ഉപേക്ഷിച്ചില്ല. പൈതൽ കൂടെ തന്നെയുണ്ട്. കുഞ്ഞിനെയും എന്നെയും പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്ന ഒരാളാണ് തന്റെ ഭർത്താവെന്നും നസ്രിയ പറയുന്നു. കുഞ്ഞുനാൾ മുതൽ തമ്മിൽ അറിയാം, കട്ട സഖാക്കന്മാരാണ് തങ്ങളെന്നും നസ്രിയ തുറന്നു പറഞ്ഞിരുന്നു. ഇവിടെ മതമാണ് വിഷയമെന്നും തനിക്ക് അങ്ങനെ മതം ഒരു വിഷയമല്ല, എല്ലാ മതവും തനിക്ക് ഒരുപോലെയാണ്, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളൂ എന്നായിരുന്നു നസ്രിയ വിവാഹശേഷം പ്രതികരിച്ചത്. അതേസമയം നസ്രിയയുടെ ഉമ്മച്ചിയും മകൾക്ക് എതിരെ രംഗത്ത് വന്നു. അതോടെയാണ് മതം മാറി പോയി നസ്രിയ ഇതിനെ ചൊല്ലിയുള്ള പല ചർച്ചകളും നടന്നത്. എന്നാൽ താൻ സ്വന്തം ഇഷ്ടത്തോടെ വിവാഹം ചെയ്തത് എതിർക്കാൻ എന്തിനാണ് നിൽക്കുന്നതെന്നാണ് നസ്രിയ ചോദിക്കുന്നത്. അതേസമയം എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകാനാണെങ്കിൽ നേരത്തെ ആക്കാമായിരുന്നു. ഇത്രയും ടൈം കളയേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഇത്ര കാലം ജീവിച്ചത്. ഇനിയുള്ള എന്റെ ജീവിതവും അങ്ങനെയാകും. ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. എന്നാൽ ഇപ്പോഴത്തെ ചില വീഡിയോയും കമന്റുകളും കാണുമ്പോൾ മരിച്ചാൽ മതിയെന്നാണ് ചിന്ത. ഞാൻ ഇതുവരെയും വീഡിയോ പങ്കിടുമ്പോൾ മൈൻഡ് ചെയ്യാത്തവർ പോലും എന്നെ അസഭ്യം പറയാനാണ് കൂടുന്നത്. ഇത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഏറെക്കാലമായി ഞാനും കുഞ്ഞും ഒറ്റയ്ക്കാണ് താമസം. ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയതും ഞാനാണ്. അപ്പോഴാണ് ഞങ്ങളെ പൊന്നുപോലെ നോക്കാൻ ഒരാൾ വന്നത്. അപ്പോൾ ഞാൻ എന്ത് വേണമായിരുന്നു? എന്നും ഒറ്റയ്ക്ക് നരകത്തിൽ കിടക്കണമെന്നായിരുന്നോ നിങ്ങൾ പറയുന്നത്? എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഒന്നും നേടാൻ എവിടെയും പോയില്ല. അവൻ എന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ എവിടെയാണോ അവിടെയാണ് അവനും, നസ്രിയ ആവർത്തിക്കുന്നു.